എല്ലാവർക്കും ആദം സേറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലഞ്ച് കഴിക്കാൻ പോവുക. ഞാൻ ചോറ് വിളമ്പി, വെള്ളയരി, പിന്നെ ഈന്തപ്പഴത്തിൻ്റെ നാരങ്ങയുടെ അച്ചാർ. ഇതാണ് ഈ കറി എടുത്തോണ്ട് വരട്ടെ, പിന്നെ ഇന്നുണ്ടാക്കിയത് പയറും കണ്ടോ. ഇതിൻ്റെ വീഡിയോ എടുത്തില്ല ഉണ്ടാക്കുന്നതിൻ്റെ. 1/2 കിലോ പയർ വാങ്ങിച്ചു, അത് മെഴുക്കോട്ട് വെച്ച് മെഴുക്കട്ടെ. കറി കറിയാണെങ്കിൽ പയർ മെഴുക്കോട്ടി, പിന്നെ കണ്ണിയേല വറുത്തത്. കണ്ണിയേല വാങ്ങിച്ച് 200 രൂപ 1 കിലോ. ആദ്യം 5 എണ്ണം എടുത്ത് വറുത്ത്, അതാ കണ്ട ഇച്ചിരി അരപ്പോളം എടുത്ത്. ഇതാണെങ്കിൽ കഴിഞ്ഞ ദിവസം തോരനാണ്, കോവയ്ക്കയും ക്യാരറ്റും കൂടെ ഇട്ട് തോരൻ വെച്ച്. പിന്നെ ഇച്ചിരി തേങ്ങാപ്പയിൽ ഇച്ചിരി കൂടിപ്പോയി. ഇനി കഴിക്കട്ടെ. കണ്ണിയേല വറുത്തതും പയർ മെഴുക്കുവരട്ടിയും കോവയ്ക്കയും ക്യാരറ്റൂടെ തോരനും, അതാ കറി. പിന്നെ നാരങ്ങയും ഈന്തപ്പഴത്തിൻ്റെയും കൂടെ അച്ചാറ്. കഴിക്കട്ടെ. അതിനിപ്പോൾ ഞാൻ എൻ്റെ പൂച്ച വന്നൊന്ന് നോക്കട്ടെ ഒന്ന്. അപ്പോൾ അതുകൊണ്ട് അവരോടെ വിളിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടിട്ട് കൊടുക്കാമല്ലോ. നോക്കട്ടെ. ആഹാ, ഇവിടെ കിടപ്പുണ്ടോ? നീ ഒറ്റയ്ക്ക് ഉള്ളോടാ? ഉള്ളോ? മറ്റൊക്കെ എന്ത് ചെയ്യും? എന്നാ ദേഹം അല്ലെങ്കിൽ ഇരിക്കുന്നത്, രോമം അല്ലെങ്കിൽ നിൽക്കുന്നേ? വല്ല വഴക്കുണ്ടാക്കും പൂച്ചയായിട്ട്? പൂച്ചയുടെ വഴക്കുണ്ടാക്കി വല്ല പൂച്ചയായിട്ട്? ഇട്ട് തരാം, ഇപ്പം ഇട്ട് തരാം ചോറ്. എന്നാ വെയിലാ എൻ്റെ ദൈവമേ, ഭയങ്കര വെയിലാ. പുറത്തിറങ്ങി നടക്കാൻ പോലും ചെയ്യാത്ത രീതി ഭയങ്കര വെയിലാ. ഇപ്പം ചോറിട്ട് തരാടി. ഇത് മറ്റേ പൂച്ചയൊക്കെ എന്ത് ചെയ്യും? മറ്റേ പൂച്ച എന്ത് ചെയ്യും? ഞാൻ പോയി കഴിച്ചിട്ടേ ചോറ് കഴിച്ചിട്ട് ഉടനെ കൊണ്ടിട്ട് തരാം കേട്ടോ. എന്നാ വിശക്കുന്നോ? കൊണ്ടിട്ട് തരാം കഴിച്ചിട്ട്. അവിടെ ഇരുന്നോ? അല്ല, അവിടെ കിടന്നു. ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് തരാം. കിടന്നു അങ്ങോട്ട് കിടക്ക്. ചെല്ല്, അവിടെ കിടന്നു. അപ്പോഴത്തേക്ക് മറ്റേ പൂച്ചയോടൊക്കെ വരും. അപ്പോൾ കഴിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടിട്ട് തരാം. പുറത്തിറങ്ങാൻ ഭയങ്കര വെയിലാണ്. കഴിക്കട്ടെ. ഇനി എനിക്കൂടെ മാറ്റിവെക്കട്ടെ. ഉപ്പൊക്കെ ഒഴിച്ചാൽ ഇച്ചിരി തോരൻ ശാലം എടുക്കട്ടെ. ഓക്കെ, മീനെടുത്തില്ല, മീനെടുക്കട്ടെ. അല്ലേ, ഇവിടെ ഇരിക്കട്ടെ. നല്ലോണം അരപ്പൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഇരിക്കുന്നുണ്ടോ? കരിഞ്ഞോണ്ടല്ല, അരപ്പ. ഇളക്കി അച്ചാറും ഇട്ട് എടുക്കട്ടെ. മീൻ്റെ ശരം പീസ് എടുക്കട്ടെ. നല്ല രുചിയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ ഒരെണ്ണം എടുത്തായിരുന്നു, വറുത്ത് കഴിഞ്ഞ ഒന്നേ. ഇച്ചിരി പയർ മെഴുക്കുവരട്ടിയും കൂടെ ഇട്ട് ഉരുള എടുക്കട്ടെ. അച്ചാറിട്ട് നല്ലോണം ഇളക്കട്ടെ. അരപ്പൂടെ നല്ല രുചിയായിരുന്നു. പയർ മെഴുക്കോട്ടി കഴിച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കട്ടെ. ഇപ്പോൾ 2 മണിയാകാറായി.
താമസിച്ചു പോയിന്ന്. ഇത് മാറ്റിച്ച് പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പൂച്ചയ്ക്ക് തോരൻ എടുക്കട്ടെ. ഇളക്കട്ടെ. തോരൻ നല്ല രുചിയായിരുന്നു, പക്ഷേ മെഴുക്കുവരട്ടി പോലെ വലിയ രുചിയില്ല. ഇത് എൻ്റെ മുള്ള് മീൻ്റെ കണ്ടോ, ഒരു മാറ്റിച്ച് പൂച്ച കൊടുക്കാതെ. വേണ്ടതേ മുള്ളു മീൻ്റെ ഇങ്ങോട്ട് വെക്കട്ടെ. ഈ തോരൻ എടുക്കട്ടെ. ഈ മെഴുക്കുവരട്ടിയുടെ എല്ലാം ഇട്ട് ഇളക്കാം. പിന്നെ ഈ അച്ചാറൂടെ മൊത്തം ഇട്ട് എടുക്കട്ടെ. മീൻ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ, ഇളക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ. എല്ലാം ഇവിടെ ഇളക്കട്ടെ. തോരനും മെഴുക്കുവരട്ടിയും അച്ചാറും ഇട്ട്. ഇതെൻ്റെ പൂച്ചയ്ക്ക് ഇച്ചിരൂടെ ചോറ് എടുക്കും കേട്ടോ. ഇത് എത്ര എനിക്ക് ഈ അരപ്പും എടുത്തില്ല, അതും എടുക്കണേ. എന്നാ രുചിയാണെന്നറിയോ ഇതിൻ്റെ അരപ്പിന്. ഇത്രയും രുചി ഇതിനു മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഇല്ലായിരുന്നു. കണ്ണിയേല ആയതുകൊണ്ടായിരിക്കും. ഇതൂടെ പൂച്ച കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കട്ടെ. നല്ലോണം മീൻ ഇളക്കിങ്ങനെ തിന്നത്തുള്ളൂ. നീ മാത്രമേ വന്നുള്ളൂ? ബാക്കിയുള്ളവർ ഇതിലോട്ട് വന്നില്ലല്ലോ. എന്തിയേ അവരെ വിളിക്കാൻ ഞാനാ? അവരോടെ വിളി, എന്നിട്ട് കഴിക്കാൻ തരാം കേട്ടോ. അവരോടെ വിളി കേട്ടോ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയേ. എന്തിയാ മറ്റേ പൂച്ചയല്ലോ. ഞാൻ പോയി കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അതിനെ കൂടെ വിളിക്കണം കേട്ടോ. മറ്റേ പൂച്ചനെ അങ്ങ് വിളിച്ച് ഇവിടെ കൊണ്ടുപോയി കടത്തണം കേട്ടാ പറഞ്ഞേ. തന്നെ കണ്ണുടച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്തിയാ അവരെല്ലാം? ഇനി മറ്റേതൊക്കെ വിളിക്ക്. പോയി വിളിച്ചോണ്ട് പോയല്ലേ, 3-4 ഉണ്ടല്ലോ, അതിന് വിളിച്ചോണ്ട് പോവാ.
മറ്റേ പൂച്ചയൊന്നും വന്നില്ല നീ, അതൊക്കെ ഇതിലോട്ട് വന്നില്ല. എന്നാന്നറിയത്തില്ല, അത് ഇട്ട് കൊടുക്കാൻ താമസിച്ചോണ്ടേ പോയതായിരിക്കും. വേണമെങ്കിൽ പോകും ചിലപ്പം, താമസിച്ചെങ്കിൽ അതായിരിക്കും അവിടെ ഇല്ലാത്തത്. 2 മണിയായില്ലേ, അതാ. ഞാൻ ചോറ് കഴിച്ചേറാറായി. ഇതിനകത്ത് മൊത്തം മുള്ള. വേണ്ട മീൻ. ഇത് കൂട്ടിയേ പൂച്ചക്ക് ചോറ് കൊടുക്കാം. ഇത് കൂട്ടി വൈകുന്നേരം ഇത്രയും കൂട്ടി വൈകുന്നേരം പൂച്ചയ്ക്ക് കൊടുക്കാം. ഇത് ഇത്രയും ഉച്ചയ്ക്ക് കേട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ പൂച്ചക്ക് കുറച്ച് ചോറ് ഇട്ട് ഈ മീനും കൂട്ടി കൊടുക്കട്ടെ. ഇത് വൈകുന്നേരത്തേക്ക് ഇത്രയും. കുറച്ച് ചോറ് എടുത്ത്, ഇത് തികയത്തില്ല, ഇത് നല്ലോണം നടക്കട്ടെ പൂച്ച കൊടുക്കാൻ വേണ്ടി. ഇത്രയും ചോറും ഉണ്ട്. ഇത് വൈകുന്നേരം പൂച്ചയ്ക്ക്. ഞാൻ വൈകുന്നേരം കഴിക്കാണ്ട് 5-6 പൊറോട്ട വാങ്ങുന്നുണ്ട്, പൊറോട്ടയും ചിക്കൻ വറുത്തതും കൂടെ. ഈ ചോറും ഈ മീൻ വറുത്തതും കൂടെ, പിന്നെ ചിക്കൻ അന്നേരം കഴിക്കുന്നതിന് ചിക്കൻ്റെ എല്ലും കഷ്ണവും കൊണ്ടുണ്ടല്ലോ, അതിട്ട് പൂച്ചയ്ക്ക് ചോറ് കൊടുക്കും. ഇതിപ്പം പൂച്ചയ്ക്ക് ഇത് ഇട്ട് കൊണ്ട് കിടക്കട്ടെ, ഇളക്കിയിട്ട് ചോറോടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയേ പൂച്ചയെല്ലാം വന്നിട്ടുണ്ടോ നോക്കട്ടെ പോയി. ആഹാ വന്ന് താണ്ടോ ഒരെണ്ണം ഞങ്ങളുടെ മധുര ഇരിപ്പുണ്ട്. ആ ഒരെണ്ണോടെ വന്നിട്ടുണ്ട് കേട്ടോ. വാടാ ഇറങ്ങി വന്ന് കഴിക്ക്. കരഞ്ഞ് കാണിക്കാൻ വന്ന് തിന്നെ. അതുകൊണ്ട് അവരായിട്ട് കഴിക്കുന്നുണ്ടോ? വാ, ഒരാളും ഉണ്ടല്ലോ കരയാതെ വന്ന് തിന്നാൻ. വേണ്ട തീറ്റ. ഇങ്ങോട്ട് നോക്കിയേ, ഇറങ്ങുന്നാടേ. വേണ്ട, നിൻ്റെ അമ്മയും ചേട്ടനോടെ ഇന്ന് കഴിക്കുന്നത്. അവർ ചോറ് തിന്നുന്നുണ്ടോ മീൻ കൂട്ടി? കരഞ്ഞ് കാണിക്കാതെന്ന് വാ കഴിക്ക്. ഇവിടെ നോക്കിയേ, ചെവി മുറിച്ചല്ലോ. വാ, അവർ കഴിക്കുന്നുണ്ടോ? അപ്പം അവിടുത്തെ കരഞ്ഞോണ്ട് തോന്നി. ഞാൻ പോവാ. അവർ ഇന്നോട്ട് മൊത്തം പോകും കേട്ടോ. കരഞ്ഞിട്ടിരിക്കാൻ വന്ന് കഴിക്കാൻ വാ. എന്തിനു കരയുന്ന നടന്ന്? എന്തിനാ കരയുന്നേ? വാ, വാ ഒളിച്ച് കഴിക്കാതെ കഴിക്ക്. ചൊറിയുന്ന എൻ്റെ ദേഹമൊക്കെ. വേണ്ട, നീ കരച്ചോടുത്ത. ഞാൻ പോവാ കേട്ടോ, ഞാൻ പോവാ. കേട്ടോ. കഴിക്ക്. എന്തായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ് മറക്കരുത് കേട്ടോ. എടാ അവർ കഴിക്കുന്നത്, നീ ഇവിടെ ഇറങ്ങിച്ചെന്ന് കഴിക്ക്. ചെല്ലിയല്ലേ കഴിക്കാൻ.